ഹായ്, നമ്മളിന്ന് സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിൽ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഓടിക്കഴിഞ്ഞാൽ എത്ര ഏണിങ്സ് കിട്ടും, എത്ര ഓർഡർ എടുക്കാം, എത്ര മണിക്കൂർ കൊണ്ടാണ് അത്രയും ഓർഡർ കിട്ടണത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഷിഫ്റ്റ് ബുക്ക് ചെയ്തിട്ട് നേരെ പോളോ ഇനി പോടി പോയി ഓൺലൈൻ ആക്കാം. 6:25 സ്റ്റാർട്ട് ചെയ്തത്. തൽക്കാലത്തേക്ക് 200 പെട്രോൾ അടിക്കാം. പോടിയിലെത്തി. തിങ്കളാഴ്ച ആയതുകൊണ്ട് ആൾ കുറവാണെന്ന് തോന്നുന്നു. മൾട്ടി ഓർഡർ അടിച്ചത് കവറും ഒരു ബാഗും. Please return the reusable bag. ബാഗ് തിരിച്ചു കൊണ്ടുപോയി പോടി കൊടുത്ത് സ്കാൻ ചെയ്യണം, ഇല്ലെങ്കിൽ ഫൈൻ അടിക്കും. പൊളിഞ്ഞ വഴി കൂടെയൊക്കെയാണ് വരേണ്ടത്. കണ്ടില്ലേ, ഇവിടെ ഫുള്ള് കുഴിയും ഇതൊക്കെ തന്നെ. ഇവിടെ ഡെലിവറി ആണെന്ന് അറിയുമ്പോൾ തന്നെ മടുക്കും നമുക്ക് വരാൻ വേണ്ടിയിട്ട്. ഇങ്ങോട്ട് വരുന്ന വഴികളെല്ലാം ഇങ്ങനെ തന്നെ. Please return the reusable bag. ഇതിൽ കൂടെയൊക്കെയാണ് മൾട്ടി ഓർഡർ, സെക്കൻഡ് ഓർഡർ ഇത് വഴിയാണ്. ഇത് മൾട്ടി ഓർഡറാണ്. അപ്പോൾ ഒരു ഓർഡർ കൊടുക്കാൻ പോകുന്ന സ്ഥലമാണ്. ഇതും ഫുള്ളും പൊട്ടി പൊളിഞ്ഞൊക്കെയാണ് കിടക്കുന്നത്. നമ്മൾ കസ്റ്റമറിൻ്റെ ലൊക്കേഷൻ റീച്ച് അടിക്കുമ്പോഴാണ് ഇങ്ങനെ ചോദിക്കുന്നത്. ഇതിപ്പോൾ ടീഷർട്ട്, ബാഗ്, ഫേസും ക്ലിയർ ആയിരിക്കണം. അപ്പോൾ 225 രൂപ, 2.25 മിനിറ്റ്, 2 മണിക്കൂർ 14 മിനിറ്റ്, 9 ഓർഡർ, 225 രൂപ കിട്ടി. കസ്റ്റമർ ടിപ്പ് തരുമ്പോൾ നമുക്കിങ്ങനെ അറിയാൻ പറ്റും. സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ടാവും. വിശന്നിട്ട് വയ്യ, ഇനി കഴിച്ചിട്ട് ഓർഡർ എടുക്കാം. ഭയങ്കര സ്പീഡിലാണ് ആൾക്കാർ. ഒരു ദിവസം 3-4 പ്രാവശ്യമൊക്കെ ചോദിക്കും. ലോങ് ഓർഡറാണ്. ഇവർ കാണിക്കുന്ന കിലോമീറ്ററിനെക്കാട്ടി എന്തായാലും ദൂരം കൂടുതലായിരിക്കും. ചില സമയത്ത് ഇതാണ് പ്രശ്നം. വന്നു കഴിഞ്ഞാൽ വെള്ളവും കാണില്ല, ആൾക്കാർക്ക് കുടിക്കാൻ ഒരു കാനിലും വെള്ളമില്ല. ഈ മോണിറ്ററിലാണ് സ്കാൻ ചെയ്യുന്നത്. തിങ്കളാഴ്ച ആള് കുറവാണ്, അതാണ് ഇത്രയും ഓർഡർ അടിക്കുന്നത്. നല്ല വെയിലടിക്കണുണ്ട്. ഈ സ്റ്റെപ്പുകളെല്ലാം നമ്മൾ നടന്ന് കയറേണ്ടി വരും. ഉച്ച സമയത്ത് വിശന്നൊക്കെ ഇരിക്കുമ്പോഴേക്കും നടന്ന് കയറുന്നത്. ഇവിടെ നിന്ന് ലിഫ്റ്റ് കാണത്തില്ല, അതാണ് പ്രശ്നം. ഒരു കസ്റ്റമറും ജസ്റ്റ് ഒന്ന് ഇറങ്ങി പോലും വരില്ല. ഇവിടെയും റോഡ് അങ്ങനെ തന്നെ, സൈഡെല്ലാം കുഴിച്ചിട്ടിരിക്കുകയാണ്. നമുക്ക് മേൽഭാഗത്ത് കൂടെ പോകാന്ന് വെച്ചാൽ അവിടെ ഇതിനെ കാട്ടി അപ്പുറമായിരിക്കും. അപ്പൊ അത് കാരണം നമ്മൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് സൈഡിൽ കൂടെ പോകാനേ പറ്റുള്ളൂ. മൾട്ടി ഓർഡറിന് 10 രൂപയാണ് കിട്ടിയത്. അതിനാണ് നമ്മൾ ഈ സ്റ്റെപ്പെല്ലാം കയറി പോകുന്നത്. നമുക്ക് ഫ്ലോട്ടിംഗ് ക്യാഷ് കിട്ടുമ്പോൾ ഇങ്ങനെയാണ്. ഇപ്പൊ 125 രൂപ അടിച്ച് ഇപ്പൊ നമുക്ക് അവരുടെ QR വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ നമുക്ക് ക്യാഷ് ആയതുകൊണ്ട് നമ്മൾ ക്യാഷ് ഇങ്ങനെ അടിച്ചു കൊടുക്കണം, എന്നിട്ട് കംപ്ലീറ്റ് കൊടുക്കുക. അപ്പൊ നമ്മളെ ഫ്ലോട്ടിംഗ് ക്യാഷിൽ ആ എമൗണ്ട് കയറും. അടുത്തത് പിന്നെ കസ്റ്റമർ ലൊക്കേഷനിൽ പോയി നമ്മളിങ്ങനെ കാത്തിരിക്കണം വെയിലത്ത്. അവര് വരാൻ ഡിലേ ആയാലും നമ്മൾ ആ വെയിലത്ത് തന്നെ ഇങ്ങനെ കാത്തു നിൽക്കേണ്ടി വരും ഗേറ്റിന്റെ ഫ്രണ്ടിൽ. കണ്ടില്ലേ, ഒരു ഓർഡറിൽ നമുക്ക് 1000 രൂപ ഫ്ലോട്ടിംഗ് ക്യാഷ് അടിച്ചു. അപ്പോൾ ഇതേപോലെ 1000-2000 ഒക്കെ അടിക്കും ഓരോ ഫ്ലോട്ടിങ്ങില്. അപ്പോൾ എത്ര എമൗണ്ട് വേണമെങ്കിൽ നമുക്ക് കിട്ടും ഒരു ഇതിൽ തന്നെ. പിന്നെ കഴിക്കാം, കുറച്ച് നേരം കഴിച്ചിട്ട് ഓർഡർ എടുക്കാം. 30 ഓർഡറായി. 6:51 സ്റ്റാർട്ട് ചെയ്തത്. നമ്മള് 3:10 വരെ ഓടി. 8 മണിക്കൂർ 19 മിനിറ്റ്, 749 രൂപ, 30 ഓർഡർ. ഇപ്പൊ ഡെയിലി ബമ്പർ 1250 രൂപ. ഇപ്പൊ സോണിന്റെ ഔട്ട് ആയതുകൊണ്ടാണ് ഡ്യൂട്ടി സ്റ്റോപ്പ്. ഇന്ന് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞതാ തിരിച്ച് വീട്ടിലെത്തി. അപ്പൊ നമ്മൾ ഇന്ന് 30 ഓർഡർ എടുത്തു. അപ്പൊ 7 മൾട്ടി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇന്ന് പെട്ടെന്ന് 30 ഓർഡർ എടുത്തത്. അല്ലെങ്കിൽ പൊതുവെ തിങ്കളാഴ്ചകളിൽ എപ്പോഴും ലോങ് ആണ് അടിക്കുന്നത്. ഇന്ന് 3 ലോങ് എന്തോ വന്നോളൂ. അല്ലെങ്കിൽ എപ്പോഴും മിക്കവാറും എല്ലാം ലോങ് ആയിരിക്കും. അപ്പൊ 30 ഓർഡർ ഒന്നും എടുക്കാൻ ചില സമയത്ത് പറ്റത്തില്ല. പണ്ടൊക്കെ ആണെങ്കിൽ 30 ഓർഡർ എടുക്കായിരുന്നു തിങ്കളാഴ്ച. ഇപ്പൊ പക്ഷേ തിങ്കളാഴ്ച കുറെ തിങ്കളാഴ്ചകളിലായി ഇപ്പൊ 30 ഒന്നും എടുക്കാറില്ല. ഇൻസെന്റീവ് ആക്കിയിട്ട് ഇങ്ങനെ വീട്ടിലോട്ട് വരും. പക്ഷെ ഇന്ന് പെട്ടെന്ന് ആളും കുറവായിരുന്നു. പൊതുവെ ആള് കുറവാണ് തിങ്കളാഴ്ചകളിൽ. അപ്പൊ ആളും കുറവായിരുന്നു. അപ്പൊ ഇന്ന് പെട്ടെന്ന് മൾട്ടിയും കൂടി അടിച്ചപ്പോ പെട്ടെന്ന് 30 ഓർഡർ കഴിഞ്ഞു. അപ്പൊ ഇന്ന് 30 ഓർഡർ എടുത്തുകൊണ്ട് ഇപ്പൊ 1250 കിട്ടിയത്, ഡെയിലി ബമ്പർ ഗ്യാരണ്ടി. അപ്പൊ അത് പ്ലസ് നമ്മളെ ടിപ്പും കൂടി ആഡ് ആകുമ്പോൾ ഒരു 1300 സംതിങ് കിട്ടും. ഹായ്, അപ്പൊ നമുക്ക് കഴിഞ്ഞ തിങ്കളാഴ്ച കിട്ടിയത് 1320 രൂപയാണ്, ടിപ്പും കൂടി ചേർത്തിട്ട്. അപ്പൊ നമുക്ക് ഈ തിങ്കളാഴ്ച ഓടുമ്പോൾ എത്ര രൂപ കിട്ടുമെന്ന് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലാരിറ്റി മനസ്സിലാവും ഒരു ദിവസം എത്ര രൂപ കിട്ടുമെന്ന്. അപ്പൊ നമുക്ക് ഷിഫ്റ്റ് ബുക്ക് ചെയ്തിട്ട് നേരെ പോളിലോട്ട് പോകാം. മണി 6:15 ആയതേ ഉള്ളൂ, അതുകൊണ്ട് 5:30 തൊട്ടുള്ള ബുക്ക് ചെയ്തിട്ടുണ്ട്. 5, 7, 11, 12, 12, 2, 4. അപ്പൊ നമുക്കിനി പോടി പോയിട്ട് ഓൺ ചെയ്യാം. കഴിഞ്ഞ ആഴ്ച കിലോമീറ്റർ കാണിക്കാൻ പറ്റില്ല, അതുകൊണ്ട് 0 ആക്കിയിട്ടുണ്ട്. നമുക്ക് ഒരു വൈകിട്ട് വരെ എത്ര കിലോമീറ്റർ ഓടണം നോക്കാം ഡെലിവറി കഴിയുമ്പോൾ.
ഏറ്റവും കൂടുതൽ ഓർഡർ എടുക്കുന്ന ആള്, ഏറ്റവും കൂടുതൽ ഓർഡർ എടുക്കുന്ന ആളാണ് ഇവിടെ സ്വിഗ്ഗിയിൽ. ഇടയ്ക്ക് ഒന്ന് സെറ്റിങ്സ് എടുത്തിട്ട് നെറ്റ്വർക്ക് നോക്കണം. അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഓഫായി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ റീഡ് ഫസ്റ്റ് ഓർഡർ ചെയ്യുന്ന ഒരു ബാഗും ഒരു 10 ലിറ്ററിൻ്റെ വെള്ളമാണ് അടിച്ചത്. എന്നും ഫസ്റ്റ് ഓർഡർ ആകുമ്പോൾ സെൽഫി ചോദിക്കും, പിന്നെ ഒരു 2-3 എണ്ണം ബാഗിൻ്റെയും ചോദിക്കും. Please return the reusable bag to the Instamart store. 10 രൂപ ടിപ്പ്, 42 രൂപ. ഓർഡർ കൊടുത്തിട്ട് വരുമ്പോഴേക്ക് ഇത്രയും ബൈക്കുകൾ വന്നു. പക്ഷേ ഈ തിങ്കളാഴ്ച നല്ല തിരക്കുണ്ട്, കഴിഞ്ഞ തിങ്കളാഴ്ച പോലെയല്ല. 2 മണിക്കൂറിൽ 7 ഓർഡർ 198 രൂപ കിട്ടി. പിന്നെ 42 രൂപ ചാർജ്. അത് 9 മണി കഴിഞ്ഞാലേ 11 മണി കഴിഞ്ഞാലേ ലോക്ക് മാറുള്ളൂ. അപ്പോഴേ ഇതിൽ ആഡ് ഓൺ ആവുള്ളൂ. 5 മണിക്കൂർ 17 ഓർഡർ 511 രൂപ. അതാണ് 5 മണിക്കൂറിൽ കിട്ടിയത്. 8 മണിക്കൂർ 9 മിനിറ്റ് ആയിട്ട് പോലും ഈ പ്രാവശ്യം 28 ഓർഡർ ആയതേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ഇതിനെക്കാട്ടി കൂടുതലായി. ലാസ്റ്റ് 30ാമത്തെ ഓർഡർ കൊടുക്കാൻ പോയ സ്ഥലമാണ് ഫുള്ള് കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നത്. 25 കിലോമീറ്ററോളം ഓടിയുന്നു. നമ്മൾ സീറോയിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ. 124.9, 125 കിലോമീറ്റർ ഇതാണ് കണക്ക്. ഇനി ഒരു ഘട്ട, അതിപ്പോൾ തീരും. രാവിലെ 6:15 ഇറങ്ങിയത്, 3:35 തീർന്നത്. നമ്മൾ 30 ഓർഡർ എടുത്ത് 8.25 മണിക്കൂറാണ് വർക്ക് ചെയ്തത്. 916 ഏണിങ്സ്. പക്ഷേ ഏണിങ്സ് നമുക്ക് 30 എണ്ണം എടുത്തുകൊണ്ട് ഡെയിലി ബമ്പർ ഗ്യാരണ്ടി 1250 കിട്ടുന്നത്. പിന്നെ നമ്മളെ ഏണിങ്സ് ടിപ്പ് എത്ര കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം. ടിപ്പ് 50 രൂപയാണ്. അപ്പൊ 1250 പ്ലസ് 50, 1300 രൂപയാണ് ഇന്നത്തെ ടോട്ടൽ ഏണിങ്സ്. പക്ഷെ കഴിഞ്ഞ തിങ്കളാഴ്ച ഈ ആഴ്ച കൂടുതൽ സമയം എടുത്ത്. കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മൾ കൃത്യം 3 മണിയായപ്പോൾ തന്നെ തീർന്ന്. ഈ ആഴ്ച പക്ഷെ 6:45 തുടങ്ങിയിട്ട് 3:31 വരെ വർക്ക് ചെയ്യേണ്ടി വന്നു. ഇത്രയും ടൈം 30 ഓർഡർ എടുക്കാൻ. പക്ഷെ കഴിഞ്ഞ ആഴ്ച ഇഷ്ടം പോലെ മൾട്ടി ഉണ്ടായിരുന്നു. പക്ഷെ ഈ പ്രാവശ്യം ഒരു മൾട്ടിയാണ് അടിച്ചത്. പിന്നെ കൂടുതലും ലോങ് ആയിരുന്നു. അപ്പൊ ഏകദേശം പോയിട്ട് വരുമ്പോൾ തന്നെ സമയം എടുക്കും. അതാണ് ഇത്രയും ടൈം എടുത്തത്. പക്ഷേ ഏണിങ്സ് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഏകദേശം ചെറിയ എമൗണ്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം 1300 എത്ര രൂപയായിരുന്നു. ഈ പ്രാവശ്യം 1300 രൂപയാണ് നമുക്ക് ഏണിങ്സ് കിട്ടിയത്. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടല്ലോ സ്വിഗ്ഗിയിൽ ഒരു ദിവസം ഓടി കഴിഞ്ഞാൽ നമുക്ക് എത്ര രൂപ ഏകദേശം കിട്ടും എന്നുള്ള ഐഡിയ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മൾ 2 തിങ്കളാഴ്ചകളിൽ ഓടിയ ഏണിങ്സ് ആണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ സ്വിഗ്ഗിയിലെ ഫ്രണ്ട്സുകൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ, നമുക്ക് അടുത്ത വീഡിയോ കാണാം.